ഹലോ! ഇന്നൊരു സോളോ ഡേറ്റിന് പോയാലോ? കുറേ വർഷങ്ങളായിട്ട് വിചാരിച്ചിട്ട് നടക്കാത്ത ഒരു പരിപാടിക്കാണ് ഇന്ന് പോകുന്നത്. ബസ്സും മെട്രോയും ഒക്കെ കയറി അലഞ്ഞ് തിരിഞ്ഞ് നമ്മുടെ കൊച്ചി ബിനാലേക്ക് പോകാന്നായിരുന്നു. നേരെ പോയി നമ്മുടെ വിശാലമായ മാപ്പും കയ്യിൽ പിടിച്ച് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നിട്ട് അവസാനം ഫസ്റ്റ് കണ്ട സ്പോട്ടിൽ കയറി. ഇത് കുട്ടികളുടെ സെക്ഷനാണ്. തീരെ ജഡ്ജ്മെന്റൽ അല്ലാത്ത ഒരു സ്പേസ്. അവർക്ക് ഇവിടെ എന്തും വരയ്ക്കാം, ഉണ്ടാക്കാം, എന്നിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാം. അവിടുന്ന് ഒരു 200 മീറ്റർ നടന്ന മെയിൻ സ്പോട്ടായ ആസ്പെൻ വാൾ ഹൗസിലെത്തി. ചെന്നപ്പോഴാണ് മൺഡേ ആയതുകൊണ്ട് എൻട്രി ഫീ ഫ്രീ ആണെന്ന് അറിഞ്ഞത്. അല്ലെങ്കിൽ പെർ ഡേ ചാർജ് 200 റുപ്പീസ് ആണ്. പെയിന്റിങ്സും ക്രാഫ്റ്റ്സും കൂടാതെ ലൈവ് വീഡിയോസും ഷോസും പെർഫോം ചെയ്യുന്നുണ്ട്. ഇത് ഫുള്ളി കാണണമെങ്കിൽ കുറച്ച് പേഷ്യൻസും അതിനോടൊരു ഇഷ്ടവും മസ്റ്റാണ്. ഓരോ ആർട്ട് വർക്കിന്റെ ഫ്രണ്ടിലും ആർട്ടിസ്റ്റിന്റെ ഡീറ്റെയിൽസും ആർട്ട് വർക്കിന്റെ ഡിസ്ക്രിപ്ഷനും യൂസ് ചെയ്ത മെറ്റീരിയൽസിന്റെ ഡീറ്റെയിൽസും എല്ലാം കാണാം. അങ്ങനെ ഉച്ചയായപ്പോൾ നല്ല ബിരിയാണി സ്പോട്ട് തപ്പി കായസിലെത്തിയപ്പോഴാണ് ബിനാലയ്ക്ക് വന്ന രണ്ടുപേരെ പരിചയപ്പെട്ടത്. അവർ അവക്കാഡോ ഷേക്ക് കുടിക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എങ്കിൽ പിന്നെ ഞാനും ഒന്നും പറഞ്ഞ് അവരുടെ കൂടെ അങ്ങ് കൂടി. അങ്ങനെ അവക്കാഡോ ഷേക്കും കുടിച്ച് അവരോട് ബൈ ബൈ പറഞ്ഞ് ഞാൻ എൻ്റെ അടുത്ത ബിനാലെ സ്പോട്ടായ മർക്കസ് ആൻഡ് കഫേയിലോട്ട് പോയി. ഇതൊരു ചെറിയ സ്പോട്ടാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ അടുത്ത ടാർഗറ്റ് ആനന്ദ് വെയർ ഹൗസ് ആണ്. ഇതാണ് ബിനാലയിലെ എൻ്റെ ഫേവറേറ്റ് സ്പോട്ട്. ഞാനൊരു സ്മൈൽ എക്സ്ചേഞ്ച് നടത്തി. അതാണ് ഡിവൈൻ സ്മൈൽ ആയിട്ട് വെച്ചേക്കുന്ന ഈ ഇൻസ്റ്റലേഷൻ. 2 ടിൻ ഓപ്പൺ ആക്കും. അതിനുള്ളിലെ മിററിൽ നോക്കി ചിരിക്കണം. 2 സീൽ ചെയ്ത് വെക്കുക. എന്നിട്ട് വേറെ 2 തരും. ഒന്ന് നമുക്ക് കീപ്പ് ചെയ്യാം, ഒന്ന് നമ്മൾ ഈ ഗ്ലോബിൽ ഫിക്സ് ചെയ്യണം. അങ്ങനെ ആരുടെ ഒരു ചിരി കുപ്പിയിലാക്കി ഞാനും എടുത്തു. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഈ ഒരു ആർട്ട് വർക്കാണ്. കാണുമ്പോൾ ജസ്റ്റ് ഒരു വേസ്റ്റ് തുണി തൂക്കിയിട്ടേക്കുന്ന പോലെ തോന്നുമെങ്കിലും ഇതിൽ ഫ്ലാഷ് ലൈറ്റ് അടിച്ചു നോക്കുമ്പോൾ അറിയാം ഇതിൻ്റെ ഡീറ്റെയിലിംഗ്. ബീഡ്സ്, സീക്വൻസ്, ത്രെഡ്, സ്റ്റോൺസ്, അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷൻ SMS ഹാളാണ്. അവിടെ ഇങ്ങനെ ഒരു ലൈവ് പെർഫോമൻസ് നടക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം നോക്കിയിരുന്നെങ്കിലും പ്രത്യേകിച്ചൊന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെ വൈകിട്ടായപ്പോഴേക്കും പെപ്പർ ഹൗസിലെത്തി. നടന്ന് കുഴഞ്ഞ് ലാസ്റ്റ് ഈ ഒരു സ്പോട്ടോടെ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. ചെറുതിലെ തൊട്ടേ പെൺകുട്ടികൾ കേട്ടുവരുന്ന കുറേ ഉപദേശങ്ങൾ വെച്ചിട്ടുള്ള ആർട്ട് വർക്ക്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു വീക്ക് കാണാനുള്ളതുണ്ട് ഈ ബിനാലെ. ഒരു റഷും ഇല്ലാതെ പറ്റുവാണെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ വന്ന് കാണുന്നതായിരിക്കും ബെറ്റർ. ഒരുപാട് പേരുടെ എഫേർട്സ് ആണ് നമ്മൾ ഈ കണ്ടേക്കുന്നത്. എല്ലാം കഴിഞ്ഞപ്പോൾ നല്ല ടയേർഡായി. അപ്പൊ പിന്നെ നമ്മുടെ ട്രെൻഡിങ് ഐറ്റം ആയ കാശി ആർട്ട് കഫേയിലെ ചോക്ലേറ്റ് കേക്ക് കഴിക്കാതെ എങ്ങനെ പോണേ? ഉച്ചയ്ക്ക് മീറ്റ് ചെയ്ത പിള്ളേരുടെ സജഷൻ ആയിരുന്നു. എന്തായാലും നൈസ് ആയിരുന്നു. ഇനിയിപ്പൊ പയ്യെ ഓട്ടോ മെട്രോ ഒക്കെ കയറി നമുക്ക് തിരിച്ചെത്തണം. സോ ഓവറോൾ ഒരു അടിപൊളി ദിവസമായിരുന്നു. അപ്പോൾ see you in the next video. Bye bye.